ലിസബത്ത് ചോയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വാഴപ്പിണ്ടി കൊണ്ട് നല്ലൊരു ഉലർത്താണ്. ഇപ്പം വാഴപ്പിണ്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ധാരാളം ഗുണങ്ങളുള്ളതാണ് വാഴപ്പിണ്ടിക്ക്. അപ്പോൾ ഇത് പല രീതിയിൽ നമുക്ക് തയ്യാറാക്കാം. കറി ഉണ്ടാക്കാം, തോരൻ വയ്ക്കാം. ഇതുപോലെ ഒന്ന് ഉലർത്തിയെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഉണക്കച്ചെമ്മീനും കുടംപുളിയിട്ടാണ് നമ്മൾ ഈ വാഴപ്പിണ്ടി ഉലർത്താൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വാഴപ്പിണ്ടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വാഴപ്പിണ്ടി കട്ട് ചെയ്യുമ്പം അതിലിങ്ങനെ നൂല് പോലെയൊക്കെ വരും. അപ്പോൾ അതെല്ലാം നമ്മൾ മാറ്റണം. അപ്പോൾ എങ്ങനെയാണത് മാറ്റണമെന്നുള്ളതും കട്ട് ചെയ്യണവും ഞാൻ കാണിച്ചു തരാം. വാഴപ്പിണ്ടി നമുക്ക് മിക്ക സൂപ്പർ മാർക്കറ്റുകളിലും വാങ്ങാൻ കിട്ടും. ആദ്യം എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. നമ്മൾ വളരെ നൈസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇത്രയും കനത്തിൽ ഒട്ടും കൂടാൻ പാടില്ല. ഇതിലും കുറച്ചുകൂടെ കുറഞ്ഞാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന വാഴപ്പിണ്ടി 400 ഗ്രാം ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ പീസ് കട്ട് ചെയ്യുക. അപ്പോൾ അതിൽ നൂല് വരും. ആ നൂലിങ്ങനെ കൈകൊണ്ട് നമ്മളതങ്ങ് ചുറ്റിയെടുക്കണം. നൂല് കംപ്ലീറ്റ് കളയണം. അങ്ങനെ എല്ലാം നമ്മളിതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ നൂലും മാറ്റിയെടുക്കണം. പിന്നെ ഈ വാഴപ്പിണ്ടിക്ക് ധാരാളം ഗുണങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഡയബറ്റിക് പേഷ്യൻസൊക്കെ ഈ വാഴപ്പിണ്ടി ജ്യൂസൊക്കെ കുടിക്കാറുണ്ട്. അത് ഒത്തിരി നല്ലതാണ്. അതുപോലെ കോൺസ്റ്റിപ്പേഷന് വളരെ നല്ലതാണ് വാഴപ്പിണ്ടി കഴിക്കുന്നത്. അതുപോലെ കിഡ്നി സ്റ്റോണിന്, അങ്ങനെ ഇതിന് ധാരാളം ഗുണങ്ങളുണ്ട്. അപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെ വാഴയൊക്കെ വിട്ടപ്പോൾ നമ്മൾ വെറുതെ വാഴപ്പിണ്ടി ഒന്നും കളയരുത്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം. ഈ ഉണക്കച്ചെമ്മീനും കുടംപുളിയൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലെ വീട്ടിൽ ഇത് ധാരാളം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഓർമ്മയിലാട്ടോ ഞാനിപ്പോൾ ഇതുണ്ടാക്കുന്നത്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാം ഇതുപോലെ ഇപ്പോൾ ഞാൻ കട്ട് ചെയ്ത് നൂലൊക്കെ മാറ്റുന്നത് നിങ്ങൾ കണ്ടല്ലോ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ കട്ട് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസെല്ലാം കൂടെ നമുക്ക് വീണ്ടും ചെറുതാക്കണം. അപ്പോൾ നമ്മൾ ഒരു 4-5 എണ്ണം വീതം ഒന്നിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ആദ്യം ഒന്ന് 2ആയിട്ട് കട്ട് ചെയ്യുക. പിന്നെ തിരിച്ച് പിടിച്ചിട്ട് അതൊരു 3 പീസാക്കാം. അങ്ങനെയാണ് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നത്. ഇപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് കട്ട് ചെയ്യാം. വലിപ്പം വേണമെങ്കിൽ അതനുസരിച്ച് തീരെ ചെറുതാക്കണമെങ്കിൽ അങ്ങനെ. ഇപ്പോൾ തോരനൊക്കെ വയ്ക്കുവാണെങ്കിൽ നമ്മൾ വളരെ ചെറുതാക്കിയിട്ടാണ് തോരൻ വയ്ക്കുന്നത്. ഇത് തോരനല്ല, ഒരു ഉലർത്താണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വലിപ്പം വേണം. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ രീതിയിലാണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ ഈ കട്ട് ചെയ്യുന്ന സമയത്തും നൂലൊക്കെ ഉണ്ടെങ്കിൽ അത് അന്നേരം എടുത്ത് മാറ്റണം കേട്ടോ. ഇപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ ഇത് വെള്ളത്തിലിടാം. അപ്പോൾ ഇതിന് കറയൊക്കെ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ പുറത്തിങ്ങനെ വെച്ചിരുന്ന അതിൻ്റെ കളറ് മാറും. അതുകൊണ്ട് കട്ട് ചെയ്ത ഉടനെ വെള്ളത്തിലിടാം. ഇനി ഇച്ചിരി മോരും വെള്ളത്തിലിടുവാണെങ്കിൽ അതിൻ്റെ കളർ ഒട്ടും മാറാതെ തന്നെ ഇരിക്കും. ഞാനിപ്പോൾ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യാൻ പോകുന്നതുകൊണ്ട് ഞാൻ മോരും വെള്ളത്തിലൊന്നും ഇടുന്നില്ല. ഞാൻ വെറും വെള്ളത്തിലാണ് ഇടുന്നത്. പിന്നെ വെള്ളത്തിലിട്ടിട്ട് നമ്മൾ ഈ കഴുകി എടുക്കുന്ന സമയത്തും കുറച്ച് നൂലൊക്കെ നമുക്ക് കിട്ടും അന്നേരം. അതും എല്ലാം എടുത്ത് മാറ്റണം കേട്ടോ. ഒട്ടും നൂല് പാടില്ല. ബാക്കിയുള്ള വാഴപ്പിണ്ടിയും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ വാഴപ്പിണ്ടിയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്നുള്ളത് പറയാം. 1/2 കപ്പ് ഉണക്കച്ചെമ്മീൻ വേണം. 1 സവോള നീളത്തിൽ കീറിയത്, ഒരു 3-4 പച്ചമുളക്, കുടംപുളി ആവശ്യത്തിന്, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇത് ഉലർത്തിയെടുക്കുമ്പം നമുക്ക് ചതച്ചിടാനായിട്ട് ഒരു 5-8 കഷ്ണം വെളുത്തുള്ളി, ചുമന്നുള്ളി, കുറച്ച് ചില്ലി ഫ്ലേക്സ്, പിന്നെ കുറച്ച് കടുക്, കറിവേപ്പില, വെളിച്ചെണ്ണ, പാകത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി കുക്ക് ചെയ്യാനുള്ള പാത്രം അടുപ്പ് വയ്ക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 ലിറ്റർ വെള്ളത്തോളം ഒഴിക്കാം. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ, പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുടംപുളി, പാകത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം ഓണാക്കാം. അടച്ചു വെച്ച് തന്നെ ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് ടൈം എടുക്കും ഇത് വെന്ത് വരാനായിട്ട്. അപ്പോൾ വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം പിന്നീട് ചേർത്ത് കൊടുക്കാം കേട്ടോ.
അപ്പോൾ വാഴപ്പിണ്ടി വേവാനുള്ള വെള്ളമെല്ലാം നമുക്ക് വേണം. അപ്പോൾ പുളിയൊക്കെ നിങ്ങളുടെ ഒരു പാകത്തിന് ചേർത്ത് കൊടുക്കണം. ഉപ്പും പുളിയെല്ലാം നിങ്ങളുടെ കണക്കിന് കേട്ടോ. ഇപ്പോൾ ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ പാകത്തിന് ഉപ്പ്, പുളി, എരിവ് എല്ലാം ഉണ്ട്. എരിവ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക്, മുളക് പൊടിയൊക്കെ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി ചേർത്ത് കൊടുക്കാം. വാഴപ്പിണ്ടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മൂടി വെച്ച് തന്നെ വേവിക്കാം. അപ്പോൾ കുറച്ച് ടൈം എടുക്കും വേവാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരെണ്ണം എടുത്ത് കഴിച്ച് നോക്കുമ്പോൾ അറിയാം ഇത് വെന്തിട്ടുണ്ടോ എന്നുള്ളത്. എന്ന് വെച്ച് വെന്തങ്ങനെ അലിഞ്ഞു പോവില്ല വാഴപ്പിണ്ടി, എന്നാലും വേവുമെന്ന് നമുക്കറിയാൻ പറ്റും. അത് കഴിച്ച് നോക്കുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ അത്ര നേരം ഇത് വേവിക്കുക. മൂടി വെച്ച് തന്നെ വേവിക്കണം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം. അതിൻ്റെ ഉപ്പൊക്കെ ഇടയ്ക്കൊന്ന് നോക്കണം കേട്ടോ. പുളി ഉപ്പൊക്കെ നോക്കാം. കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. വാഴപ്പിണ്ടിയൊക്കെ ഏകദേശം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നല്ലൊരു കുറച്ച് വെള്ളം പറ്റാനുണ്ട്. കുറച്ചും കൂടെ വെള്ളം പറ്റിക്കഴിയുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ കംപ്ലീറ്റ് വെള്ളം പറ്റിക്കണ്ട, കുറച്ച് അടിയിൽ കിടക്കണം. കാരണം ഉലർത്തിയൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് വെള്ളമൊക്കെ ഒന്ന് പുരണ്ടിരിക്കുന്നത് നല്ലതാണ്. ഒത്തിരി അങ്ങനെ ഡ്രൈ ആക്കണ്ട. ഇപ്പോൾ വാഴപ്പിണ്ടി നല്ലോണം വെന്തിട്ടുണ്ട്. അതുപോലെ വെള്ളം ഒരുവിധം പറ്റി, ചെറുതായിട്ടൊക്കെ വെള്ളമേ ഉള്ളൂ. അത്രയും വെള്ളം ഇരുന്നോട്ടെ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി വാഴപ്പിണ്ടി ഒന്ന് ഉലർത്തിയെടുക്കാം. അതിനായിട്ട് എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഒക്കെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ചതച്ച് കഴിഞ്ഞിട്ട് ആ ചില്ലി ഫ്ലേക്സും കൂടെ അതിനകത്തേക്ക് ഇട്ട് ഒന്നും കൂടി ഒന്ന് ചതച്ചെടുക്കണം. ഇനി ചതച്ചെടുത്ത ഉള്ളി മൂപ്പിക്കാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വയ്ക്കാം. പാൻ ചൂടാകുമ്പോൾ ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടായി കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി എല്ലാം ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ. അപ്പോൾ നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കാം. മൂത്ത് വരണം, നല്ല ചുമന്ന് തന്നെ വരണം. ചുമന്ന് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി ഉണ്ടല്ലോ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് കുറച്ച് സമയം ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ മൂപ്പിച്ച ഉള്ളി ഞാൻ ആ വാഴപ്പിണ്ടിയിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഫ്ലെയിം ഓണാക്കിയിട്ട് ഒരു 2-3 മിനിറ്റ് നേരം കൂടി ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ വാഴപ്പിണ്ടി ഉലർത്ത് റെഡിയായി കഴിഞ്ഞു. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നിങ്ങളിത് ഉണ്ടാക്കി കഴിച്ച് തന്നെ അറിയണം. ഇന്നത്തെ വാഴപ്പിണ്ടി ഉലർത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.